ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് കാണിക്കുന്ന ഒരു ഫുഡ് ബ്ലോഗാണ്. ഫുഡ് ബ്ലോഗ് എന്ന് വെച്ചാൽ നമ്മുടെ പുട്ടും ബീഫിൻ്റെയും കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അത് കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ ഒന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് പുട്ടും ബീഫും ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണ സംഭവം. പിന്നെ നിങ്ങൾ പുട്ടും ബീഫ് അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെ ചിക്കൻ അങ്ങനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സ്പോട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പരപ്പനങ്ങാടിയിൽ നമ്മളെ കെട്ടുങ്ങൽ ബീച്ചിന്റെ അടുത്തായിട്ടാണ് കേട്ടോ, മെയിൻ റോഡിൽ തന്നെ ഒരു വൈബ് സ്പോട്ടാണ്. സ്പോട്ട് നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വേറെ ലെവലായിരിക്കും. പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് പുട്ടും ബീഫും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കണം സംഭവം കേട്ടോ. അധികം ക്യാഷൊന്നുമില്ല, ഏകദേശം 2 പേര് ഓരോ കുത്തി പുട്ടും ഇത് കഴിക്കാൻ തന്നെ ഏകദേശം ഒരു 150 റുപ്യ 200 റുപ്യന്റെ ഉള്ളിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ ലെവലിലാണ് സാധനങ്ങളൊക്കെ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. പിന്നെ എന്താ പറയാ, ഇവിടുത്തെ മറ്റുള്ള വിഭവങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ആണ്. ആംബിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വേറെ ലെവലാണ്. വേറെ ലെവൽ കണ്ടില്ലേ, പുട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ നിങ്ങൾ. നല്ല ടേസ്റ്റി പുട്ടാട്ടോ, നമ്മളെ അരിപ്പുട്ട് തന്നെയാണ്. ടേസ്റ്റി പുട്ടാണ്. നമ്മൾ അരിപ്പൊടി വാങ്ങി ചെയ്യുമ്പോണ്ടല്ലോ അത് തന്നെ, ആ പുട്ട് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് പറയുമ്പോൾ കെട്ടുങ്ങളിൽ നമ്മളെ ഫോട്ടോസ് എടുക്കാനും അതേപോലെ ചെറിയ സെറ്റപ്പിനൊക്കെ ഉള്ള ഊഞ്ഞാല് കാര്യങ്ങൾ ഇരിക്കാനുള്ള കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള സെറ്റപ്പുകൾ ചെറുതായിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ പുറത്ത് നമുക്ക് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ, കാരണം ടയറുകൾ കളറ് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ടേബിളാക്കിയിട്ട് ചുറ്റും ഇരുന്നിട്ട് കഴിക്കാൻ നൈറ്റ് വൈബ് വേറെ ലെവലാണ്. പിന്നെ വെച്ചാൽ ഇവിടുത്തെ ആംബിയൻസ് ആണ്. തൊട്ട് ബാക്കിൽ കടലാണ്, തൊട്ടപ്പുറത്ത് പാർക്കാണ്, പിന്നെ നമ്മളെ കെട്ടുങ്ങൽ പാലമാണ്. ഇതൊക്കെ പരപ്പനങ്ങാടിന്റെ ഒരു എന്താ പറയാ ഒരു വിനോദസഞ്ചാര മേഖലയിൽപ്പെട്ട മെയിൻ ഏരിയ ഉണ്ട് പരപ്പനങ്ങാടിയില്. ഇവിടെയൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അനുദിനം വളർന്നുകൊണ്ടിരിക്കുക. കാരണം ഇനി ഇവിടെ ഒരുപാട് കടകളും മറ്റുമൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വരും. ആ ബോട്ടപകടം കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് അന്നത്തെ ആ ഒരു ചലനം പിന്നെ അങ്ങോട്ട് കിട്ടാൻ. ഇപ്പോൾ ഏകദേശം എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു വരും. അപ്പോൾ എന്തായാലും ഈ ഭാഗം വേറെ ലെവല് വൈബാവും. പിന്നെ നൈറ്റ് ലൈഫിന് ഒന്നുകൂടി മെച്ചപ്പെടും കേട്ടോ. ബീച്ച് കാര്യങ്ങളൊക്കെ സെറ്റല്ലേ. അപ്പൊ എന്തായാലും വന്ന് കഴിച്ചു. പിന്നെ ഇവിടെ ഇരിക്കാൻ വേറെ ലെവൽ സെറ്റപ്പാണ്. കാരണം ഒരു കുടിലായിട്ട് ഓല കൊണ്ട് കെട്ടി മേഞ്ഞതാട്ടോ ഇവിടുത്തെ ഈ ഒരു ഹോട്ടലുള്ളത്. നൈറ്റ് ലൈഫിന് പറ്റിയ. അതേപോലെ കൂൾ ഡ്രിങ്ക്സുകൾ വേറെ തന്നെ ഉണ്ട്. തേങ്ങ ഒക്കെ ചിരകുന്നത് കണ്ടില്ലേ, തേങ്ങ നാടൻ ലെവലിൽ ചിരകിയിട്ട് നല്ല സെറ്റാക്കിയിട്ടിട്ട് കൊടുക്കട്ടെ. പുട്ടും ബീഫും അത് വേറെ ലെവലാണ്. പക്ഷെ എനിക്കത് കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ ചെന്നപ്പോൾ ബീഫ് കാലിയായിട്ടുണ്ട്. ഏകദേശം 10-11 മണിയായിട്ട് എത്തി രാത്രിയിൽ. അപ്പോൾ പറഞ്ഞു ബീഫ് കാലിയായി, ബീഫ് സാലനുണ്ട്, അതുപോലെ ചിക്കൻ പൊരിച്ചുണ്ടെന്ന് പറയും. അപ്പോൾ അത് നമ്മൾ കഴിച്ചു. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കപ്പെടുന്ന സംഭവം മസാല ദോശ നമ്മുടെ ആംപ്ലേറ്റ്, ബ്രെഡ് ആംപ്ലേറ്റ് ഒക്കെ കേട്ടോ. അത് 30-40 രൂപക്ക് നമുക്ക് സെറ്റായിട്ട് കിട്ടും. പുട്ട് ബീഫ് അത് വേറെ ലെവൽ. പിന്നെ ജ്യൂസ് ഐറ്റംസുകൾ ഇഷ്ടം പോലെ സ്ഥലമായിട്ടത്. കാരണം എല്ലാ ഐറ്റംസ് ജ്യൂസുകളും ഒരു ചോദിച്ചാൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്ന ലൈമാണെന്ന് നിങ്ങൾക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തായാലും ആംബിയൻസ് വേറെ ആംബിയൻസ്, വൈബ് വേറെ വൈബ്, ഫുഡ് വേറെ ഫുഡ്. വന്ന് കഴിച്ചു നോക്കിട്ടോ. അധികമായിട്ടില്ല ഷോപ്പ്, ഈ ഒരു കട തുടങ്ങിയിട്ട് കുറച്ച് നാട്ടിലെ യുവാക്കൾ ചേർന്ന് തുടങ്ങിയതാണ്. എന്തായാലും അവർക്ക് കച്ചവടം കാര്യങ്ങളൊക്കെ അടിപൊളിയായി നടക്കുന്നുണ്ട്. മലബാരി ഫുഡ് എന്നാണ് ഷോപ്പിന്റെ പേര്. ഫ്രണ്ടിൽ തന്നെ ഒരു തോണി നിൽക്കുന്നത് കാണാം നമുക്ക്. ഈ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടില്ല. ഒരു തോണി ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ തോണിയിലാണ് ഫ്രണ്ടിൽ ഈ പുട്ട് ചുടുന്നതുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വേറെ വൈബ് തന്നെ കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് വെച്ചാൽ ഇപ്പോഴത്തെ ഊഞ്ഞാല സെറ്റപ്പാണ്. അത് വലിയവർക്കും ചെറിയവർക്കൊന്നുമില്ല, ആർക്കും ആടാൻ പറ്റുമോ. അത് 2 കയറ് വെച്ച് കമ്പി സെറ്റാക്കിയിട്ട് അതിൽ ടയറാണ് ഇട്ട് കേട്ടോ. ടയറിന്റെ മുകളിൽ കയറ് കെട്ടിയിട്ടൊക്കെ സെറ്റാക്കിയിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത്. ഒരു വേറെ വൈബ്, നൈറ്റിലൊക്കെ രസം. ഒരു എന്താ പറയുക, ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഊഞ്ഞാലാടി ഇങ്ങനെ ഒന്ന് വൈബാക്കി വീട്ടിൽ പോകാനുള്ള സെറ്റപ്പ്. ഞങ്ങൾ ചെന്ന സമയത്ത് ഇന്നലെ പെരും മഴയായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് മഴ തുടങ്ങിയത്. ഏകദേശം 12 മണിയാവേണ്ടി വന്നു അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക്. എന്തായാലും വേറെ ലെവല്. അപ്പോൾ നിങ്ങൾ സ്പോട്ട് മറക്കരുത് കേട്ടോ. സ്പോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ പരപ്പനങ്ങാടി ബീച്ചിൽ കെട്ടുങ്ങൽ ഭാഗത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വൈകുന്നേരം ഒരു 5-6 മണിക്ക് സ്റ്റാർട്ടിങ്, ഏകദേശം രാത്രി 12 മണി വരെ ഇവരെ ഷോപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും വേറെ ലെവലാണ്, വേറെ വൈബാണ്. വൈകുന്നേരം ഒരു 4 മണിക്കൊക്കെ ഇവിടെ എത്തുന്നവർക്ക് നല്ല വൈബ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം കഴിഞ്ഞതാണ്. അപ്പോൾ അവിടെ ഒരു 4 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മണി
5:30 മണിക്ക് അവിടെ ഇങ്ങനെ കറങ്ങി ഒരു 6 മണി പാലത്തുമ്മൽ വന്ന് ആ കാറ്റൊക്കെ കൊണ്ട് കുട്ടികളായിട്ടൊക്കെ വന്ന് ഉഷാറായതിനു ശേഷം നേരെ നിങ്ങൾ കുറച്ചും ഇങ്ങോട്ട് വണ്ടിയായിട്ടോ അല്ല നടന്നിട്ടോ കുറച്ചും കൂടി ഇപ്പുറം ഇങ്ങോട്ട് കടന്നാൽ മതി. ഒട്ടുംപുറത്ത് കെട്ടിങ്ങിലോട്ട് കടന്നാൽ മതി. അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ തന്നെയാണ് ഈ ഷോപ്പ് കാണാനും പറ്റും. ഇപ്പോൾ കുട്ടികളൊക്കെ ഒരു വൈബാണ്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഐസ്ക്രീം മുതൽ എല്ലാ ഐറ്റംസുകളും ജ്യൂസുകളും എല്ലാ സംഭവവും ഉണ്ട്. പ്രധാനമായിട്ട് പുട്ടും ബീഫും തവിടുപൊടി. അപ്പോൾ മറക്കണ്ടട്ടോ, വേറെ ലെവലാണ്. എന്തായാലും ഞാൻ ഫസ്റ്റ് സമയത്ത് ഞാൻ അതിന്റെ മുന്നിൽ കൂടി പോകുമ്പോൾ എന്നെ വിളിച്ചതാണ് അവര്. വിളിച്ചിട്ട് പറഞ്ഞാൽ ഫുഡൊന്നും കഴിക്കണ്ട, ഒന്ന് കേറിയിട്ട് പോയാൽ മതി. അപ്പൊ കേറിയിട്ട് പോയെന്ന് മതി പറയുമ്പോൾ അവരുടെ മുഖം നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് വരാം. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ ഫുഡ് കഴിച്ചല്ല, ഇനി എന്തായാലും നടക്കൂല. അപ്പോ നാളെ വരണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഫാമിലി ആയിട്ട് പോയതാണ്. പിറ്റേന്ന് ഞാനും ഫാമിലി ആയിട്ട് പോയതാണ്. അപ്പോൾ പോയപ്പോൾ സമയം വൈകി 11 മണിയായിട്ടുണ്ട്. എന്തായാലും പോയപ്പം റാഹത്തായി, സൂപ്പറായി. പിന്നെ നമുക്ക് ഫുഡ് കിട്ടാൻ കുറച്ചൊരു സമയം എടുക്കും. കാരണം ലൈവ് ആയതുകൊണ്ട് പുട്ടൊക്കെ നമ്മൾ ആളെത്തിയിട്ട് ചൂടുള്ളൂ. കാരണം മറ്റേതെന്താ പുട്ട് ഉറച്ചു പോകും. അപ്പോൾ ആ സ്പോട്ടിൽ നമുക്ക് ചെയ്ത് കൊടുക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഫ്രഷ് പുട്ട് കിട്ടും. പുട്ടിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. പുട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വൈകി പോയി കഴിഞ്ഞാൽ ഉറച്ചു പോകും. കാരണം ആവി കണ്ട് പോയി കഴിഞ്ഞാൽ പുട്ട് ഉറക്കും. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി പുട്ട് നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് അതിന്റെ കൂടെ നല്ല അടിപൊളി ബീഫ് കറി പോരാ എങ്കിൽ നമുക്ക് ഒരു ചിക്കന്റെ ഇതൊക്കെ നമുക്ക് തമർത്തിയാൻ ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല ഒരു വിഭവം ഈ കാണുന്ന സംഭവം, അതായത് നമ്മുടെ എല്ലാ എന്താ പറയുക കടകളിലും തട്ടുകടകളിലുള്ള ഒരു പ്രധാന ഐറ്റാണ് നമ്മളെ കോഴിമുട്ട സെറ്റപ്പ്. അത് ആംപ്ലേറ്റ് അടിച്ച് കൊടുക്കുക, സെറ്റ്. പിന്നെ അതിലേക്ക് നമ്മൾ ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും. എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. വേറെ ലെവലാണ്, വേറെ വൈബാണ്, വേറെ സൂപ്പറാണ്. അപ്പോള് പിന്നെയും പറയാണ്, സ്പോട്ട് മറക്കേണ്ട, അടിപൊളി സ്പോട്ട്, കേരളത്തിലെ ഏറ്റവും നല്ലൊരു സ്പോട്ട്, ഏറ്റവും നല്ല ബീച്ച് ആസ്വദിക്കാൻ പറ്റുന്ന സ്പോട്ട്. സംഭവം മനസ്സിലായി. പിന്നെന്ന് വെച്ചാൽ ആ തോണി അപകടത്തിന്റെ പിന്നെയും പറയാം, തോണി അപകടം കഴിഞ്ഞത് കൊണ്ട് മാത്രം. അന്നൊക്കെ തോണി അപകടം നടന്നതിന് തൊട്ട് മുന്നത്തെ ഞായറാഴ്ച ഒക്കെ ഇവിടുത്തെ ജനം എന്ന് വെച്ചാൽ ഏകദേശം 1 ലക്ഷത്തോളം ജനങ്ങളുണ്ടാവും അന്നൊക്കെ. ഞാൻ കണ്ടതാ. ഞാൻ ആ മുന്നത്തെ ഞായറാഴ്ച ഞാൻ അവിടെ പോയി കണ്ടിട്ട് ഞാൻ തിരിച്ചു വീട്ടിൽ പോകുന്നത്. കാരണം അന്ന് ഇതേപോലെ ബ്ലോഗ് എടുക്കാൻ വേണ്ടി വന്നതാ. ഉഷാർ എന്ത് ജനായിരുന്നു അറിയോ, ഒരു അറ്റം മുതൽ അറ്റം വരെ. ഏകദേശം താനൂര് ഹാർബർ മുതൽ ഏകദേശം നമ്മുടെ കെട്ടുങ്ങൽ വരെ ഫുൾ ആളായിരുന്നു. പിന്നെ കുറച്ച് പരപ്പനങ്ങാടി ഹാർബറിന്റെ അവിടെയുണ്ട്. ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ ഈ കടൽപ്പരപ്പ് തന്നെ ആ സമയത്ത് പെരുന്നാളിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ. അതിന്റെ പിറ്റത്തെ ഞായറാഴ്ച സംഭവം ഇതാക്കി അപകടവും സംഭവിച്ചു. കാരണം അത്രയും ജനം ഉണ്ടായിരുന്നു. പിന്നെ എന്താ അത്രയും ജനം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് തോണി അന്ന് എന്തായത് നൈറ്റിലും വണ്ടി എല്ലാം 6 മണിക്ക് നിർത്തി പോകേണ്ട സംഭവമാണ്. ആള് കൂടിയതുകൊണ്ട് തന്നെയാണ്. പിന്നെ വെച്ചാൽ അന്നത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. തോണിയിലായിരുന്നു ഫുഡൊക്കെ കൊടുത്തിരുന്നത്. ഉപ്പിലിട്ടത് കാര്യങ്ങളൊക്കെ തോണി അടിപ്പിച്ച് തോണിയിൽ വെച്ചിട്ട് എനിക്ക് കച്ചവടങ്ങൾ നടത്തിയത്. അതൊക്കെ വേറെ വൈബായിരുന്നു നമ്മൾ ആലപ്പുഴ ടച്ചിലൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു വൈബ് ഏരിയയാണ്. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നല്ല ഇതുപോലത്തെ ഫുഡും കഴിച്ച് തമർത്തിയിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടിട്ട് നമുക്ക് പോകാൻ കഴിയും. പിന്നെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്ക് നമുക്ക് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാർബർ ഉണ്ട്, താനൂര് പരപ്പനങ്ങാടി ഹാർബർ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഫ്രഷ് മീൻ വാങ്ങി പോവാം. കേക്കർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടാവും, നല്ല ഫ്രഷ് മീൻ വാങ്ങി പോവാം. പണ്ടൊക്കെ നമ്മൾ കടൽ കാണുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടൂല. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഐസേര് വരും, ഐസ്ക്രീം വാങ്ങിയിട്ടൊന്നും നമ്മൾ അങ്ങോട്ട് പോകും. ഇപ്പൊ അങ്ങനല്ല. ഇപ്പം നമ്മുടെ ബീച്ചിലും ഇതുപോലെ നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഫുഡിന്റെ കടകളൊക്കെ ഓപ്പണായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെറ്റപ്പാണ് കേട്ടോ, സെറ്റപ്പാണ്. എന്തായാലും ഉഷാറാകട്ടെ. നമ്മുടെ ഈ ഒട്ടുംപുറം ബീച്ച് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ നമ്മളെ നിലവിൽ കേരളത്തിൽ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബീച്ചാണ് ഒട്ടുംപുറം ബീച്ച് കേട്ടോ. ഇപ്പൊ വേറെ വൈബ്. ഇപ്പൊ കണ്ടില്ലേ ഷോപ്പിന്റെ അവസ്ഥ കണ്ടില്ലേ, ലാസ്റ്റ് വേറെ ലെവലാണ്. അതുപോലെ ഈ ഫുഡും വേറെ ലെവലാണ്, വേറെ വൈബാണ്. അപ്പോൾ വന്ന് കഴിക്കണം കേട്ടോ. ഇപ്പം മറക്കണ്ട, ഞാൻ പ്രത്യേകം പറഞ്ഞു വെച്ചാൽ നമ്മുടെ ചാനൽ നിങ്ങൾ കൽബ് കൊണ്ടേക്കണം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ, ഷെയർ ഒക്കെ അങ്ങോട്ട് ചെയ്താളിട്ടോ.